മിഥുൻ പാലക്കാട് ഇൻസ്റ്റാഗ്രാം എന്നെ ബ്ലോക്ക് ഇട്ടതാണ്. മോനെ, നീ കള്ളത്തരമൊക്കെ നിന്റെ പൊളിയാൻ പോവുകയാണ്. വേഗം നിനക്ക് കിട്ടും പണി. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതേ നമ്മൾ മിഥുൻ പാലക്കാട് ഉണ്ട്. അത് നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഫേസ്ബുക്കിൽ മിഥുൻ പാലക്കാട് നോക്കി കാണാം. ഞാൻ ഇതിന് മുന്നേ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും അവനും കൂടി അഭിനയിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രൈവറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഫ്ലവേഴ്സ് മിഥുനേട്ടൻ്റെ ഇതില്ലേ, ഫ്ലവേഴ്സ് ടി വിയിലെ പരിപാടിയിൽ അച്ഛനും അമ്മയും എയ്ഡ്സ് വന്നിട്ട് മരിച്ചു ഒരു വന്നിരുന്നല്ലോ, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ മൊയ്നു വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് മൊയ്നിക്കയുടെ പേജിലുണ്ടായിരുന്നു. അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു. കാരണം നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവൻ്റെ അച്ചമ്മയ്ക്കും വേണ്ടിയിട്ടായിരുന്നു. അവൻ്റെ അച്ചമ്മ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, മൊയ്നുക്ക ഇങ്ങനെ അത് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അങ്ങനെ എന്നെ കരഞ്ഞ് കാല് പിടിക്കുക, ഒരുപാട് കാര്യം അവർ ഫോണിൽ സംസാരിക്കേണ്ടായി. ഇത് ഞാൻ ഫേക്കായിട്ട് പറയുന്നില്ല. എത്രയോ ആൾ ബഹുമാനിക്കുന്ന ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ മൊയ്നു വ്ളോഗ് നോക്കി അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയുന്ന ഒരു കാര്യമാണ്. മിഥുൻ എന്ന് പറയുന്നത് പക്ക ഒരു ഫ്രോഡായ ഒരു വ്യക്തിയാണ്. അത് പക്ഷേ അവൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അതൊന്നും പബ്ലിഷ് ചെയ്യേണ്ട, അവൻ നന്നാവുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ പറഞ്ഞു തിരുത്തി. എൻ്റെ 2 വയസ്സിൽ ഇളയതുള്ളൂ, അവന് എത്ര ഏജ് കുറവാന്നൊക്കെ ഉള്ള രീതിയിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അച്ഛനും അമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ട് ഒരുപാട് ആൾ ലക്ഷക്കണക്കിന് ക്യാഷ് കൊടുത്തു. പിന്നെ ഫ്ലവേഴ്സിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അവരെ അഭിനയിച്ച് ചെയ്യിപ്പിച്ചതാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ആ ക്യാഷ് കുറേ കിട്ടിയിരുന്നു. പക്ഷേ ആ ക്യാഷ് മുഴുവൻ അവന് കൊടുത്തിട്ടില്ല, അവരെന്നെ എടുത്തു എന്ന് പറഞ്ഞു. അതെനിക്കറിയില്ല, അവൻ പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഇവൻ്റെ അച്ഛൻ ഒരു ദിവസം ഞാൻ രാവിലെ പാല് വാങ്ങാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എറണാകുളം ഒരു ഡയറക്ടർ കൂടെ പോയിട്ടുണ്ട്, ആരോ ക്യാഷ് കൊടുത്തു, അത് തിരിച്ച് കിട്ടിയിട്ടില്ല, ഇയാളും പറ്റിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനതിലെന്ത് പറയാനാ, മോളൊന്ന് വിളിച്ചിട്ട് പറയണം, അവനെ തിരിച്ചു വരാൻ, അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഈ അച്ഛമ്മയുടെ കരച്ചിൽ കേട്ടിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോഴേ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട. ഞാൻ പൊതുവേ സഹായം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് അവിടുന്ന് ഇൻസൾട്ടിങ് ആയ ഒരു കാര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു, അച്ഛമ്മ ഇങ്ങനെയാണ് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ദേഷ്യം, ഞാൻ ആ ഭാഗം ഒഴിവാക്കിയത്. അവിടുന്ന് കുറേ ഒരു മാസമായിട്ട് 2 മാസം ആയെന്ന് തോന്നുന്നു വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛമ്മയെ അവനും കൂടി വിളിച്ചിട്ട് ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞു, കാല് പിടി സാഷ്ടാംഗ വീഴിൽ മൊയ്നുക്ക അങ്ങനെ ഇത് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, എയ്ഡ്സ് വന്നിട്ട് നാട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തി, അച്ഛമ്മയെ അവന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് അവനെ സഹായിച്ചു, അമ്മമാരൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. പക്ഷെ അവൻ പഠിക്കുന്നില്ല, ഒന്നുമില്ല. ഞാനാണ് അവന് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞില്ല അവൻ പഠിക്കുന്നില്ല എന്ന്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് ഇവൻ എന്താ ചെയ്തതെന്നറിയോ, ഓരോ ആൾക്കാരോടും ഈ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ളൊരു പാട്ടില്ലേ, ആ പാട്ട് വെച്ച് ഡാൻസ് വെച്ചിട്ടും സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ട് ക്യാഷുകൾ ഇങ്ങനെ ഒരാളിൽ നിന്നും വാങ്ങി കളക്ട് ചെയ്ത് ജോലിക്ക് പോകാതെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പം സേതുപതി അദ്ദേഹത്തിൻ്റെ സിനിമയിലെ മേക്കപ്പ് മാൻ ആണെന്നാണ് പറഞ്ഞ് നടക്കുന്നത്. എനിക്കറിയില്ല, കാരണം കളകളി പറയാറുള്ളൂ. അത്രയും പ്രഗത്ഭനായ ഒരാൾക്ക് ഈ ഒരാൾ മേക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തോ ഒരാൾ കഴിവായിരിക്കാം കിട്ടുന്നത്, പക്ഷേ എന്തോ എനിക്ക് വിശ്വാസമില്ല. അല്ല, ഇവൻ ചെയ്തു വെച്ച ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് കുറച്ചായിട്ട് ഇങ്ങനെ പിരിഞ്ഞു മാറി നിൽക്കുന്നുണ്ടല്ലോ, ഇവൻ വിളിച്ചിട്ട് അവിടേക്ക് പറഞ്ഞു, ഞാനും എൻ്റെ കാമുകനും ബൈക്ക് ഓടിച്ച് അവൻ്റെ അടുത്ത് വരാം, അവൻ്റെ യൂട്യൂബൊക്കെ ശരിയാക്കി കൊടുക്കാമെന്ന് പറയാം. കളവ് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മളെ തെറ്റിക്കാൻ നിങ്ങളെ ഹസ്ബൻഡ് പറഞ്ഞാണ്, അയാൾ സൈക്കോ ആണ്, കുറച്ച് തേരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ റെക്കോർഡൊക്കെ ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് നിന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ മൊബൈലിൽ വാട്സപ്പ് ഞാൻ ഹാക്ക് ചെയ്തു, എന്നിട്ട് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയതായിരുന്നു. പിന്നെ ഞാൻ പേര് അവരാണ് മനസ്സിലായപ്പോൾ ഒഴിവാക്കിയതാണ്. സംഭവം എന്താണെന്നറിയാമോ, അവൻ്റെ അച്ഛമ്മ കരഞ്ഞ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ വാണി ചെയ്ത് നന്നാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കേണ്ടതാണ്. അപ്പം ഞാൻ വെറുതെ ഒരു കളവ് പറഞ്ഞു, നിൻ്റെ വാട്സപ്പിൽ നീ എന്ത് ചെയ്താലും ഞാൻ കാണുമെന്ന് ചുമ്മാ പറഞ്ഞതാണ്. അത് വെച്ചിട്ടാണ് പിന്നെ ഈ എൻ്റെ ന്യൂസൊക്കെ വൈറലായ സമയത്ത് ആക്ടർ ബാലേട്ടൻ ഉണ്ടല്ലോ, ബാലേട്ടൻ എന്നെ അവിടേക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ അതിൽ ബാലേട്ടൻ അന്ന് അവിടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചു എൻ്റെ ന്യൂസ് വന്നുകൊണ്ട് എനിക്ക് എന്തൊരു കാര്യമായിട്ടുള്ള. അപ്പം മുപ്പരതായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ബാലേട്ടനെയും പറ്റിച്ചിട്ടുണ്ട്. അപ്പം അവിടെ വന്നിട്ട് ബാലേട്ടന് ബുദ്ധിമുട്ടുണ്ടായ കാര്യം പറയുന്നത്. അപ്പോൾ അതിൽ ഏതോ പെൺകുട്ടിയായിട്ട് എന്തോ ചാറ്റും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടിച്ചെന്നൊരു വ്യക്തി ഞാനാന്നുള്ള രീതിയിലാണ് മൂപ്പര് മനസ്സിലാക്കി പറഞ്ഞത്. പിന്നീട് ഞാൻ ബാലേട്ടനോട് പറഞ്ഞു, ബാലേട്ടൻ അത് ഞാനല്ല, ഞാൻ ബാലേട്ടനെ പരിചയപ്പെടുന്നത് മോളി കണ്ണമാരിയുണ്ട്, ജോളിയേട്ടൻ നമ്പർ തന്നിട്ടാണ് ഞാൻ ബാലേട്ടനെ നമ്പർ കിട്ടിയത്. അപ്പം എന്നോട് വാട്സപ്പ് പറഞ്ഞു, സോറി ജുബിത, എനിക്ക് കിഡ്നി പേഷ്യൻ്റ് ആയപ്പോൾ എനിക്ക് മൈൻഡ് കുറച്ച് മറതിയുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചത്, സോറി എന്ന് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്തു, എൻ്റെ പേജിൽ ഇപ്പോഴും ഉണ്ട്. മോളിയമ്മ ഒരു മകൻ ജോളി ചേട്ടൻ എനിക്ക് ഈ നമ്പർ തരുന്നതും ഞാൻ ബാലേട്ടനെ വിളിക്കുന്നതും സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അസിസ്റ്റൻ്റായിട്ടൊക്കെ അന്നൊക്കെ ജോലിയൊക്കെ വാഗ്ദാനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോയിട്ടൊന്നുമില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചോർത്തി ബാലേട്ടന് കൊടുത്തു എന്ന് എന്തോ മൈൻഡ് ഇട്ട് പുള്ളിക്കാരനെ. ഞാൻ അങ്ങനത്തെ കാര്യം എനിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഹാക്ക് ചെയ്യേണ്ട ഒരാൾ നോക്കേണ്ട ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് അതിൽ അവനോട് കൂടുതൽ കുറേ കാര്യം അങ്ങോട്ട് ചോദിക്കാനും സ്വന്തം കാര്യം അങ്ങോട്ട് പറയാനും തുടങ്ങി. ഞാൻ എന്തേ പറഞ്ഞിട്ടുണ്ടാവും ശേഷം, നമുക്ക് പേഴ്സണൽ കാര്യം മറ്റുള്ളവർ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, നീ വിളിക്കേണ്ട, അവർ അങ്ങോട്ടും വിളിക്കേണ്ട, എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ട്, അതുകൊണ്ട് അതിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവന് ഇതിൻ്റെ നടുവിൽ കിടന്നിട്ട് ഒരുപാട് കളവ് കാര്യങ്ങൾ ചെയ്തു. മൊയ്നുക്കനെ ഞാൻ വിളിച്ചപ്പോൾ മൊയ്നുക്ക് പറഞ്ഞു, അവൻ നന്നായിട്ടില്ല, അവനും ഫ്രോഡാണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കി, അന്ന് അവനെ മൊത്തമായിട്ട് ഒഴിവാക്കി വിട്ടതാണ്. അത് ഈ നാട്ടിൽ ലോകത്ത് അറിഞ്ഞിട്ടുണ്ട്, എത്ര ആൾക്ക് അവൻ ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നു അറിയാം. റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇതുപോലെ ഇപ്പോൾ വീട്ടിലിരുന്ന് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, പഠിക്കുന്നില്ല ഒന്നുമില്ല. ഇപ്പം നാട്ടിലായാലും എവിടെയായാലും അവനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്തായാലും വൈകാതെ അവനെ മീറ്റ് ചെയ്തിട്ട് വേണ്ട നടപടി ഉടനെ വൈകാതെ തന്നെ ലൈവിൽ ഉണ്ടാവുന്നതായിരിക്കും. അതെൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം ഞാനും അമ്മയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പം
അതിൻ്റെ ചെറുതായൊരു കാര്യമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഫേക്ക് ആളുകൾ പുറമെ വരണം. ഇത് ഓരോ ആളെ പറ്റിക്കുക, എന്നിട്ട് അവിടെ ഹസ്ബൻഡ് പോയിട്ട് ക്യാഷ് കടം ചോദിക്കുക, പിന്നെ വേറെ ആളോട് വേറൊരു കഥ ഉണ്ടാക്കി പറയും, എന്നിട്ട് അവരോട് ക്യാഷ് ചോദിക്കുക. ഇങ്ങനെയല്ല ജീവിക്കണ്ടേ? 2 കൈയും കാലില്ല, അധ്വാനിച്ച് ജീവിച്ചൂടെ? ഇതൊന്നും ശരിയുള്ള കാര്യമില്ല. മിഥുൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ നാട്ടുകാർ എന്നെ തല്ലി കൊല്ലും, അത്രേ ഉണ്ടാവുള്ളൂ. കേസൊക്കെ ഇതിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാവും.